ജീവിതത്തിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വിച്ച് ഇട്ടാൽ ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്യണം ഒരു മെഷീനും നമ്മുടെ ജീവിതത്തിലില്ല, ശരിയല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടി ജീവിച്ചില്ല എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നരുത്. നമ്മൾ എന്താ പറയുക, നമ്മൾ ചെറിയ ആഗ്രഹങ്ങളായാലും സന്തോഷങ്ങളായാലും ഇഷ്ടങ്ങളായാലും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും നമുക്ക് അപ്പം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ചെറിയൊരു സന്തോഷം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന സന്തോഷങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നമ്മളിപ്പോൾ കുറേ പേരുണ്ട്, കുറേ പ്രായമായി കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടിട്ട് പറയും, അന്ന് നമുക്ക് നിന്നെപ്പോലെ ജീവിച്ചാൽ മതിയായിരുന്നു, അന്ന് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറ്റബോധം തോന്നുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏജ് എന്ന് പറഞ്ഞൊക്കെ ജസ്റ്റ് നമ്പറാണ് കേട്ടോ. നമുക്ക് വേണ്ടി ജീവിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, തോന്നല്ല, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിക്കണം. ഈ പറഞ്ഞ മക്കളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരും നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളിഷ്ടങ്ങൾ, നമ്മളാഗ്രഹങ്ങൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്നു പോണത് കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ വിടാം, അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. നല്ലതായ രീതിയിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കാം കേട്ടോ. കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങളായാലും കുറേ ആൾക്കാരൊക്കെ ഇട്ട് അടുത്തറിഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. കുറച്ച് പ്രായമായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എന്ന് കുറേ പേര് ഇപ്പോൾ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മളാരും ചിന്തിക്കാതിരിക്കട്ടെ. നമുക്ക് വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് പിന്നെ പറയാൻ പറ്റണം, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചോളാണ്, ഞാൻ എനിക്ക് വേണ്ടി സെൽഫ് റെസ്പെക്റ്റ്, അതാണ് ഫസ്റ്റ് വേണ്ടത്. നമുക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ. ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്, ആരെയും നമ്മൾ വിശ്വസിക്കരുത്. ഫസ്റ്റ് സെൽഫ് റെസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളെല്ലാം ചെയ്തു തീർക്കാം. നാളെ നമുക്ക് തോന്നരുത്, കുറ്റബോധം തോന്നരുത്, നമ്മൾ നല്ല പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മൾ ഒരിക്കലും സ്വയം പറയരുത്. മനസ്സിലായോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്?